താൻ പാതി ദൈവം പാതി എന്നാണ്. ആ ഒരു പഴമൊഴിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് എല്ലാം ദൈവം നോക്കും എന്ന് പറഞ്ഞ് ആരും അങ്ങനെ സുഖിച്ച് നടക്കണ്ട. ദൈവം നോക്കേണ്ടത് ദൈവം നോക്കും. നമ്മൾ ഓരോരുത്തരും നോക്കേണ്ട കാര്യങ്ങൾ അവനവൻ തന്നെ നോക്കണം. ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രോഗം വന്നു, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ദൈവം തന്നതല്ലേ, ദൈവം തന്നെ മാറ്റിക്കോളും എന്ന് ചിന്തിച്ചാൽ ആ രോഗം കൊണ്ട് തന്നെ അവൻ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ കാര്യത്തിനും അങ്ങനെ ദൈവത്തിനെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട. അതുപോലെ എത്ര വലിയ ദൈവമാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്നവനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ലോക പോലീസാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ചില ആളുകൾ, നമ്മുടെ അമേരിക്ക ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹമാണ് ഇപ്പോൾ ലോക പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ പോലും ഒരു സമയത്ത് ദൈവം കൈവിട്ടു പോകും. കാരണം ആ രാജ്യത്തെ പ്രതിസന്ധിയിലേക്കാണ് അവർ നയിക്കുന്നതെങ്കിൽ, ആ രാജ്യത്തിന്റെ നാശം കണ്ടേ അവർ അടങ്ങുമെങ്കിൽ, അത്തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ ദൈവം പോലും നിസ്സഹായനാണ്. ഇപ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് കാലം ആർക്കും പോലീസായി വിലസാൻ കഴിയില്ല. ഒരുപാട് കാലം ആർക്കും രാജാവായി നിലനിൽക്കാൻ കഴിയില്ല. അധികാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. കിട്ടിയ സമയത്ത് കിട്ടിയ അധികാരം, കിട്ടിയ സാമ്പത്തികം അത് നല്ല വഴിക്ക് ചെലവഴിച്ചാൽ, നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ, ഒരുപാട് കാലം നല്ല കാര്യം ചെയ്തു എന്ന രീതിയിൽ ലോകം അത്തരക്കാരെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ അവരുടെ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ, അവരുടെ അധികാരം നല്ല രീതിയിൽ അത് ഉപയോഗിച്ച ആളുകൾ. ഒരു കാലം കഴിഞ്ഞാൽ അവരൊന്നുമല്ലാതാകും. പക്ഷെ ചരിത്രത്തിൽ അവർക്കൊരു പ്രത്യേക ഇടമുണ്ടായിരിക്കും. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചരിത്രം അത്ര നല്ലതല്ല എന്ന കാര്യം നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക ഒരു സൂപ്പർ പവർ എന്ന രീതിയിലേക്ക് വളർന്നു വന്നത്. അവരുടെ അധികാരവും അവരുടെ സാമ്പത്തിക ശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ഭീഷണികളും അവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം അമേരിക്ക പറഞ്ഞത് അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബിടും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തായാലും അമേരിക്ക ഇപ്പോൾ മുട്ടുകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചൈനക്ക് മുന്നിൽ. പൊതുവെ അമേരിക്കക്കും ചൈനക്കും ഇടയിൽ ആരാണ് സൂപ്പർ പവർ എന്ന രീതിയിലുള്ള ഒരു മത്സരം നിലനിൽക്കുന്നുണ്ട്. ലോകം ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് വിജയിക്കുന്നത്? ആരാണ് സൂപ്പർ പവർ? ചൈനയാണോ അമേരിക്കയാണോ? ഈ ഒരു ചർച്ച ഇങ്ങനെ നടക്കുമ്പോഴാണ് അമേരിക്കക്ക് ചൈനക്ക് മുന്നിൽ തന്നെ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേലൊരു നികുതി ചുമത്തുന്നത്. സൗഹൃദ രാജ്യങ്ങളുടെ മേൽ പോലും ആ നികുതി ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇസ്രായേലിന് മേൽ നികുതി ചുമത്തി, ഇന്ത്യക്കുമേൽ നികുതി ചുമത്തി, അതുപോലെ ചൈനക്കുമേലിലും നികുതി ചുമത്തി. ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ നടന്നു. അമേരിക്ക ചൈനക്കുമേൽ ചുമത്തിയപ്പോൾ ചൈന തിരിച്ചടിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ 3 മാസത്തേക്ക് ഈ ചുമത്തിയ നികുതി അത് തൽക്കാലം സസ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതനായി. അതിനുശേഷം ഇവിടെ മൊത്തം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ നികുതിയും തൽക്കാലം അത് മരവിപ്പിക്കാൻ ട്രംപ് നിർബന്ധിതനാകുന്ന സാഹചര്യമുണ്ടായി. മറ്റു രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ നികുതി തൽക്കാലം മരവിപ്പിച്ച സാഹചര്യത്തിൽ ചൈനക്കെതിരെ മാത്രം ആ നികുതി നിലനിന്നിരുന്നു. എന്നാൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്കെതിരെയും നേരത്തെ ചുമത്തിയ നികുതി ഇപ്പോഴില്ല. അതായത് അമേരിക്ക നിസ്സഹായരായി പോയി. ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു. കാരണം ഇവിടെ ആപ്പിൾ ഫോൺ അമേരിക്കക്കാർ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ആപ്പിളിന്റെ ആ ഒരു ബ്രാൻഡ് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഫോണുകളും ഒക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ 80% ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ ഇതിന്റെ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിർമ്മിച്ചാണ് ഇത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ഇത് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഇത് വളരെ ചെറിയ ഒരു വിലക്ക് സാധാരണക്കാരനായിട്ടുള്ള അമേരിക്കക്കാരന് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇത് അമേരിക്കയിലാണ് ഇത് നിർമ്മിക്കുന്നത് എങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന വിലയുടെ ഇരട്ടിയിലധികം അമേരിക്കക്കാർ ഈ ഒരു ഐഫോണിന് കൊടുക്കേണ്ടി വരും. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമായി മാറും. അമേരിക്കക്കാർ തന്നെ ട്രംപിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ അതുണ്ട്. എന്നാൽ ആപ്പിൾ ഫോൺ
നിലവിൽ ഉപയോഗിച്ചിരുന്ന വിലക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ അമേരിക്കക്കാരന്റെ സ്വഭാവം ട്രംപ് അറിയും. ഇത് മനസ്സിലാക്കിയ ട്രംപ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ചുമത്തിയ നികുതി ബാധകമല്ല എന്ന ഒരു തീരുമാനം അങ്ങ് എടുത്തു. ചൈനയുമായി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വ്യാപാര യുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് ആ ഭരണാധികാരി തന്നെ ആ രാജ്യത്തെ നാശത്തിലേക്ക് നയിച്ചു. ഇവിടെ ദൈവത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? സ്വയം ദൈവമാണെന്ന് പറഞ്ഞു നടന്നു. ഞാനാണ് സൂപ്പർ പവർ, എന്റെ രാജ്യമാണ് സൂപ്പർ പവർ, ഞാനാണ് ലോക പോലീസ് എന്ന് പറഞ്ഞ് തോന്നിയതൊക്കെ അന്ന് ചെയ്തു. വല്ലാതെ അഹങ്കരിച്ചു. അഹങ്കാരി നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഹങ്കാരിയെ ഭൂമി വിഴുങ്ങിയ ഒരു ചരിത്രം അല്ലെങ്കിൽ അത്തരത്തിലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വല്ലാതെ അഹങ്കരിച്ചപ്പോൾ, വല്ലാതെ നാശത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ദൈവം കൈയൊഴിഞ്ഞു, ദൈവം നിസ്സഹായനായി. അതായത് ആ രാജ്യം നശിച്ചിരിക്കും, ആ ഭരണാധികാരി നശിക്കും. അങ്ങനെ ചൈനക്ക് മുന്നിൽ അമേരിക്ക പരാജയപ്പെട്ടു. അതായത് ഒരുപാട് കാലം ആരും രാജാവായി വിലസില്ല എന്നുള്ള കൃത്യമായ ഒരു സൂചന ലോകത്തിന് കിട്ടി എന്നുള്ളതാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും തമ്മിൽ വലിയ ശത്രുത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവർ തമ്മിൽ ഒരു മത്സരം നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പലപ്പോഴും അമേരിക്കക്കെതിരെ ഒരു യുദ്ധമുണ്ടായാൽ ചൈന ആ യുദ്ധത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഫലസ്തീനു വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസ് ഉൾപ്പെടെ, ഹൂത്തികൾ ഉൾപ്പെടെ ഉള്ള സംഘങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്ക കടുപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഇറാനുമായി ഒരു കൂട്ടുകെട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയെ ഇറാൻ സഹായിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ കൊടുത്തും അതുപോലെ തന്നെ മിസൈലുകൾ കൊടുത്തും ഒക്കെ റഷ്യയെ വലിയ രീതിയിൽ തന്നെ ഇറാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇറാനെ മാറ്റി നിർത്താൻ കഴിയില്ല. റഷ്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും. ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം അത് ഈ സമീപകാലത്തൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, അമേരിക്കക്കെതിരെ ഒരു ചേരി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം അമേരിക്കയുടെ കുഴപ്പം കൊണ്ടാണ്. റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായത് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ്. യുക്രൈനെ പിരികേറ്റി വിട്ടത് അമേരിക്കയാണ്. യുക്രൈൻ ആദ്യം ആയുധങ്ങൾ കൊടുത്തത് അമേരിക്കയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ സമയത്ത് യുക്രൈനെ ഒന്ന് ചവിട്ടിത്താഴ്ത്തി റഷ്യയെ ഒന്ന് കൂടെ കൂട്ടാൻ പറ്റുമോ എന്ന ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമം അമേരിക്ക നടത്തി. അതിനുവേണ്ടി ഹമാസിനെയും അതുപോലെ തന്നെ ഫലസ്തീനികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹമാസിന്റെ ആളുകൾ മാനുഷിക ഗുണങ്ങളുള്ള ആളുകളാണ് എന്നാണ് അമേരിക്ക അന്ന് പറഞ്ഞത്. ഹമാസുമായി നേരിട്ട് ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായി. അമേരിക്ക ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഘടനയാണ് ഹമാസ്. ആ ഹമാസുമായാണ് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായത്. എന്തായാലും അമേരിക്ക പല വിധത്തിലുള്ള അടവുകളും പയറ്റി നോക്കി. പക്ഷേ അവർ ചെയ്തത് അല്ലെങ്കിൽ അവർ വിതച്ചത് അത് അവർ തന്നെ കൊയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇന്നലെ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്ക ഇറാനുമായി ചർച്ചയ്ക്കെത്തി. ഇറാൻ തീരുമാനിച്ചത് പ്രകാരമുള്ള ചർച്ചകളാണ് നടന്നത്. അവിടെയും അമേരിക്കയുടെ ഒരു പരാജയം നമുക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാ മേഖലകളിലും അമേരിക്ക, വ്യാപാര യുദ്ധത്തിൽ ഉൾപ്പെടെ അമേരിക്ക പരാജയപ്പെട്ടു നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അമേരിക്കക്കെതിരായിട്ടുള്ള ചേരി ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു വിഭാഗമാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ അവരിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടുംപുറത്തെ ഒരു പ്രയോഗമാണ്. അതായത് റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഉത്തര കൊറിയ ആണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്ക മീശ വിരിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ അമേരിക്ക കണ്ണുരുട്ടുന്നത് കണ്ട് പേടിച്ചു പോകുന്ന ആളുകളല്ല. ആ ഒരു ചങ്കൂറ്റവും ധീരതയും ഒക്കെ ഇന്നലെ നടന്ന അമേരിക്ക ഇറാൻ ചർച്ചയിൽ പോലും അത് പ്രകടമായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നടത്താൻ കഴിയാവുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, അമേരിക്ക ഒരുപാട് കാലം സൂപ്പർ പവറായി വിലസി. ഇനി അമേരിക്കക്കെതിരെ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള ഈ ചേരിക്ക് കീഴിൽ അമേരിക്കക്ക് നിന്നാൽ
അമേരിക്കക്ക് തൽക്കാലം നിലനിന്ന് പോവാം. ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ കൈയൊഴിഞ്ഞു എന്ന കാര്യം നമുക്കറിയാം. റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ കൈകോർക്കുമോ എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായാൽ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് സാധ്യമാകും എന്ന വിധത്തിലുള്ള വാർത്തയാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരവസ്ഥയിലേക്ക്, അത്തരത്തിലൊരു ചിന്തയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു ധാരണയിൽ എത്തുകയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാഭം. അത് കൃത്യമായി അറിയാവുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എവിടെ നോക്കിയാലും അമേരിക്കയുടെ ഒരു പരാജയം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ആ ദയനീയ ഭാവം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്.